വൈറ്റ് ഹൗസ് വെടിവെപ്പിൽ പ്രതി തോമസ് അലനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇയാൾ ട്രംപിന് പുറമെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടിരുന്നതാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതി കുടുംബത്തിന് അയച്ച സന്ദേശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിൽ ആക്രമണം നടന്ന ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷാ വീഴ്ചകളെ പ്രതി പരിഹസിക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപിന് മുൻപ് JD വാൻസിനെ രക്ഷിച്ചതും വലിയ പ്രോട്ടോകോൾ ലംഘനമെന്നാണ് വിലയിരുത്തൽ. ഹിൽസ്റ്റൺ ഹോട്ടലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന ആക്രമണം അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്. എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ആക്രമണത്തെപ്പറ്റി പുറത്തു വരുന്നത്. അതായത് ഈ ആക്രമണത്തിൽ സംഭവിച്ച സെക്യൂരിറ്റി ലാപ്സിനെ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതായത് ഈ അക്രമിയായിട്ടുള്ള തോമസ് അലൻ ഇയാൾ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന പല ഘട്ടങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ തടയാനോ അല്ലെങ്കിൽ പരിശോധനകൾക്ക് വിധേയമാക്കാനോ തയ്യാറായിരുന്നില്ല. ഇത് CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്ന ഹാളിന് പുറത്തു വെച്ച് മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇയാളെ തടയാൻ തയ്യാറായത്. അപ്പോഴാണ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗൺ ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ ഷോട്ട് ഗണ്ണിൽ നിന്ന് വന്ന ബുള്ളറ്റ് ഇയാളുടെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് തുളച്ചുകൊണ്ട് ഇയാളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ഇതിൽ ഇയാൾക്ക് നേരിയ പരിക്കാണ് ഏറ്റത്. ഇയാളിപ്പോൾ നിലവിൽ ആശുപത്രി വിട്ടതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു ഷോട്ട് ഗണ്ണിന് പുറമെ ഹാൻഡ് ഗണ്ണുകളും അതുപോലെ തന്നെ ചില കത്തികളും ഉണ്ടായിരുന്നതായിട്ടും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിയായിട്ടുള്ള തോമസ് അലനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു സുരക്ഷാ വീഴ്ചയാണ് പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം സുരക്ഷിതമാക്കുന്നതിന് പകരം JD വാൻസിനെ അകത്തേക്ക് കൊണ്ടുപോയത്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിനെയാണ് വെടിവെച്ച ഉയർന്ന ശേഷം ആദ്യം ഉള്ളിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതനാക്കിയത്. അതിനുശേഷമാണ് പ്രസിഡന്റ് ട്രംപിനെ അകത്തേക്ക് കൊണ്ടുപോയതെന്ന് വ്യക്തമാണ്. ഇത് തന്നെ ഒരു പ്രോട്ടോകോൾ ലംഘനമാണെന്നും പരക്കെ വിമർശനമുണ്ട്. എന്തായാലും ഈ അക്രമി തൻ്റെ കുടുംബത്തിന് അയച്ച ചില സന്ദേശങ്ങളും അതുപോലെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ചില കുറിപ്പുകളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കുറിപ്പുകളിൽ തന്നെ പ്രതിയായിട്ടുള്ള തോമസ് അലൻ ഈ സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് വളരെ പരിഹാസരൂപേണ പ്രതിപാദിക്കുന്നുണ്ട്. ഇയാൾ എടുത്തു പറയുന്ന കാര്യം താനൊരു ഇറാനിയൻ ചാരനാണെങ്കിൽ പോലും തനിക്ക് ഈ കെട്ടിടത്തിനകത്ത് സുഖവുമായി കടന്നു ചെല്ലാൻ സാധിക്കും. കാരണം ഈ ഹിൽസ്റ്റൺ ഹോട്ടലിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും ഈ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അന്ന് അതായത് ഈ ഡിന്നർ നടക്കുന്ന ദിവസം കെട്ടിടത്തിലേക്ക് വന്ന മറ്റ് പുറത്തു നിന്നുള്ള ആളുകളെ മാത്രമാണ് പരിശോധനകൾക്ക് വിധേയമാക്കിയത്. മാത്രമല്ല പുറത്തു നിന്നുള്ള പ്രതിഷേധക്കാരെ മാത്രമാണ് ഇവർ കൂടുതലായി ഫോക്കസ് ചെയ്തത്. അല്ലാതെ ഈ കെട്ടിടത്തിനകത്ത് 2-3 ദിവസം മുൻപ് മുറിയെടുത്ത് താമസിക്കുന്നവരെ യാതൊരു പരിശോധനകൾക്ക് വിധേയമാക്കാനും ഇവർ തയ്യാറായിരുന്നില്ല എന്ന് ഇയാൾ ഒരു ഹാസ്യരൂപേണ തൻ്റെ കുറിപ്പുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് വിശദാംശങ്ങൾ അതായത് ഈ ട്രംപിനെ പേരെടുത്ത് വിമർശിക്കാതെയുള്ള പേരെടുത്ത് പറയാതെയുള്ള ചില വിമർശനങ്ങളും പ്രതിപാദിക്കുന്ന ചില വരികളും ഇയാളുടെ കുറിപ്പുകളിൽ നിന്ന് നിലവിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഒരു ബാലപീഡകന്റെയും ഒരു ബലാത്സംഗിയുടെയും രാജ്യദ്രോഹിയുടെയും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇയാൾ ട്രംപിനെ ഇൻഡയറക്റ്റായി ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ കുറിപ്പുകളിൽ സൂചിപ്പിക്കുന്നത്. ഇത് എപ്സ്റ്റീൻ ഫയൽസിലുള്ള ട്രംപിന് നേരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് നേരിട്ട് ഉള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ നിലവിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.